വിവരാവകാശ കമ്മീഷണർമാരുടെ നിയമനത്തിനായി സർക്കാർ നൽകിയ 3 പേരുടെ പട്ടിക ഗവർണർ തിരിച്ചയച്ചു. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. 2 അധ്യാപകരെയും 1 മാധ്യമപ്രവർത്തകനെയുമാണ് സർക്കാർ ശുപാർശ ചെയ്തത്. സംസ്ഥാനത്ത് വിവരാവകാശ കമ്മീഷണർമാരായി 3 പേരെ ശുപാർശ ചെയ്തുകൊണ്ടാണ് സർക്കാർ ഗവർണർക്ക് പട്ടിക അയച്ചിരിക്കുന്നത്. സ്വകാര്യ കോളേജിൽ നിന്ന് വിരമിച്ച 2 അധ്യാപക സംഘടനാ നേതാക്കളെയും 1 മാധ്യമപ്രവർത്തകനെയുമാണ് വിവരാവകാശ കമ്മീഷണർമാരായി നിയമിക്കണമെന്ന് സർക്കാർ ശുപാർശ ചെയ്തത്. എന്നാൽ ഈ പട്ടിക രാജ്ഭവൻ വിശദീകരണം തേടി സർക്കാരിന് തിരിച്ചയച്ചിരിക്കുകയാണ്. ഇവരുടെ നിയമനത്തിനെതിരെ പൊതുവിൽ ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാജ്ഭവൻ വിശദീകരണം തേടിയിരിക്കുന്നത്. സുപ്രീം കോടതി വ്യവസ്ഥകൾ ലംഘിച്ചും ഉന്നത യോഗ്യതയുള്ള അപേക്ഷകരെ ഒഴിവാക്കിയുമാണ് സർക്കാർ 3 അംഗ പട്ടിക നൽകിയിരിക്കുന്നതെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിനാൽ നിയമനം പുനഃപരിശോധിക്കണമെന്ന് ഗവർണർക്ക് പരാതിയും ലഭിച്ചിരുന്നു. വിവരാവകാശ കമ്മീഷന് അർദ്ധ ജുഡീഷ്യൽ അധികാരമാണുള്ളത്. നിയമം, സയൻസ് ആൻഡ് ടെക്നോളജി, മാനേജ്മെന്റ്, ജേർണലിസം, സാമൂഹ്യ സേവനം, ഭരണരംഗം എന്നീ മേഖലകളിലെ മികച്ച പ്രാവീണ്യം ഈ പദവിയിലേക്ക് പരിഗണിക്കേണ്ടതാണെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതേസമയം സർക്കാർ നൽകിയ പട്ടികയിന്മേൽ എന്ത് പരാതികളാണുള്ളതെന്ന് രാജ്ഭവൻ അറിയിച്ചിട്ടില്ല. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.